ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് മീനില്ലാത്ത മീൻ കറി. ഇത് നിങ്ങൾ കാണുന്നുണ്ട്. ഈ നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 മുതൽ 4 വരെ ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പം തൽക്കാലം ഇത്രയും മതി, ബാക്കി നമുക്ക് പിന്നീട് കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടാൻ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്കാണെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇഞ്ചി ഒത്തിരി അങ്ങനെ മൂക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊരു മൂത്ത മണമൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആണെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒരു 7-8 ചുവന്നുള്ളി വരെ ചേർക്കാം. ചുവന്നുള്ളി ചേർക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ചുവന്നുള്ളിയും അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്കാണെങ്കിൽ ഒരു പകുതി സവോള ചേർത്ത് കൊടുക്കാം. പകുതി സവോളയുടെ ആവശ്യമേ ഉള്ളൂ, കാരണം നമ്മൾ ചുവന്നുള്ളി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഈ സവോളയും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് ഒരു ചെറിയൊരു കളർ വ്യത്യാസമാകുന്ന വരെ നമുക്കിത് നല്ലോണം വഴറ്റി കൊടുക്കണം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്കൊരു 3 മുതൽ 4 വരെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടാണെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക് ഒരു 4 എണ്ണം വരെ മതി. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ കറിയിൽ ഇനി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 4 പച്ചമുളക് മാത്രം നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങി. നമുക്ക് ഈ സമയത്താണെങ്കിൽ ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി, 2 എണ്ണം ചെറിയ തക്കാളിയുമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം. അപ്പോൾ തക്കാളി ഒരു വലിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, ചെറുതായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്, വലിയ പീസായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ടൊമാറ്റോയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കാണെങ്കിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോഴേ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട. ഈ തേങ്ങയും നമ്മുടെ ടൊമാറ്റോ ഉള്ളി എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതിലൊരു ചെറിയ തിള വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത്. കാരണം ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ച മണമുണ്ടല്ലോ, അതിനൊരു റോ ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റും നമ്മുടെ മസാലപ്പൊടികളുടെയൊക്കെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ്, ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ഒന്ന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ തിള വരും. അപ്പോൾ കുറച്ചു നേരം ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. മീനില്ലാത്ത സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മൾ മീൻ വെക്കുന്ന പോലെ തന്നെ അതിൽ നമ്മുടെ മീൻ ചേർക്കുന്നില്ല എന്ന് മാത്രം, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കൂട്ടിലാണെങ്കിൽ നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരം അതവിടെ ഇരുന്നൊന്ന് തിളക്കിയിട്ട് അതേസമയം നമ്മൾ അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കണം. നമ്മൾ പിഴിപുളി, സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയുണ്ട്. മീൻ പുളിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, പിഴിപുളിയാണ്. അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ള പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. നമ്മുടെ സാധാരണ മീൻകറി വെക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പുളി ആവശ്യമുണ്ട് അത്രയും തന്നെ നമ്മൾ ഇതിലേക്കും ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. അപ്പം ഞാനിവിടെ മിക്സിയുടെ അരപ്പ് കുറച്ചുണ്ടായിരുന്നല്ലോ മിക്സിയിൽ, അപ്പോൾ അതിൽ വെള്ളം ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കുക. ഇപ്പോൾ എനിക്കാണെങ്കിൽ അല്പം കൂടി ഉപ്പ് ആവശ്യമുണ്ട്, അപ്പം ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ അടച്ചു വെച്ച് തിളപ്പിക്കണം, എന്നാൽ മാത്രമേ ഈ കറിക്ക് അതിൻ്റെ റിയൽ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവി മതി, അതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാകണ്ടോ, നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അത് വറ്റിയിട്ടുമുണ്ട്. നല്ല ഒരു കളറാണ്, അതുപോലെ തന്നെ നല്ല ഒരു മണവുമാണ് വരുന്നത്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത്, ഇതിൽ കടുക് വറക്കുക, കടുക് വറുത്ത് താളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വേറൊരു അടുപ്പിലേക്ക് മാറ്റാം. കടുക് വറക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും മീനിൽ നമ്മൾ കടുക് താളിക്കുമ്പോൾ അതിലേക്ക് ഒരല്പം ചെറിയുള്ളി ചേർത്തിട്ട് വഴറ്റി താളിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യമാണെങ്കിൽ ഒരു 4-5 ചെറിയുള്ളി ആണെങ്കിൽ വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അത് അതിൻ്റെ ആണെങ്കിൽ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയ ശേഷം മാത്രം നമ്മൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ കടുക് ആദ്യമേ ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കടുക് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ കടുക് ഇട്ടിട്ട് ഉള്ളി വഴറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 വറ്റൽമുളക്, അതുപോലെ ഒരു പിടി കറിവേപ്പില ഇടുക. അപ്പം നമ്മുടെ കടുക് താളിച്ചത് നമ്മുടെ മീനില്ലാത്ത ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചതും കൂടി ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ടാണെങ്കിൽ ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ അതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മീനൊന്നും കിട്ടാത്ത അവസരങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റും, എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല സൂപ്പർ ആയിട്ടില്ലേ, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ആരും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.